അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഉച്ചവരെ എന്തൊക്കെ പണി ചെയ്തു എന്നാണ് കാണിക്കുന്നത്. രാവിലെ തീർച്ചയായിട്ടും ചായയും ബിസ്ക്കറ്റുമായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് കാപ്പി ഉണ്ടാക്കണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒറോട്ടിയും മുട്ടക്കറിയും ആക്കാം. അങ്ങനെ ഒറോട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് മാവ് ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ മാവിനെ ഞാൻ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് വേണ്ട ഉണ്ടകളാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പൊറോട്ടയ്ക്ക് എന്ത് കറിയുണ്ടാക്കും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടക്കറി വയ്ക്കാമെന്ന്. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവാളയാണ് ഇപ്പോൾ അടുപ്പിലിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേർക്ക് 4 മുട്ട ഇട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മുട്ടക്കറിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിളയ്ക്കുന്നത് കണ്ടോ ആ തിളയ്ക്കുന്നതിൻ്റെ ഭംഗി കണ്ടോ? ഇതാണ് എൻ്റെ മുട്ടക്കറി. അപ്പോൾ ഒറോട്ടിയും മുട്ടക്കറിയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒറോട്ടി അടുപ്പിൽ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഒറോട്ടി വന്നിട്ടുണ്ട്, പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒറോട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ് ഒറോട്ടിക്ക് അജ്മി ഒറോട്ടി പത്തിരിപ്പൊടി, അങ്ങനെ അത് ഒറോട്ടിയും മുട്ടക്കറിയും കഴിച്ചു. ഇനി അടുത്തതായിട്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡാണ് അടുത്ത് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് വെച്ചിരിക്കുന്നത് ആദ്യം ചോറ് വെച്ചു. ചോറാണല്ലോ ആദ്യം നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ചോറങ്ങ് വെച്ചു. അതിനുശേഷം കറിക്ക് വേണ്ടി ചൂര പീസാക്കിയതുണ്ടായിരുന്നു. അതിനെ ഞാൻ വീണ്ടും കട്ട് ചെയ്ത് പീസാക്കി. എന്നിട്ട് ചൂരക്കറി വെക്കുന്നതിനായിട്ട് ചൂരക്കറിക്കുള്ള മുളക് കറിക്കാണ് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചൂരക്കറിയിൽ മുളക് കറി വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മോര് കറി വെക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരിത്. അങ്ങനെ ഒരു മോര് കറിയും കൂടെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ, ഇന്നലെ നമ്മുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ്. ചക്കവറ്റൽ, ചിപ്സ്, അലുവ എല്ലാം ഉണ്ട്. എല്ലാം കുറേശ്ശെ കഴിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് തോരൻ വെക്കുന്നതിനായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ എൻ്റെ ചൂരക്കറി അടുപ്പിലായിട്ടുണ്ട്. എൻ്റെ ചൂരക്കറിയാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മീനും കൂടെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഊണ് ഉച്ചയ്ക്ക് കുശാലായിക്കോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കറിയും അതിൻ്റെ കൂടെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക ഇട്ട നല്ല ചൂരക്കറി റെഡി. ഇങ്ങനെ എൻ്റെ തോരനും ക്യാരറ്റ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.